അപ്പം ഈ രാത്രിയും പകലും ഇരുന്ന് മുളച്ച ചിത്രങ്ങൾ കാണുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഓർത്തുകൊള്ളുക, മുതിർന്നവർ ഓർത്തുകൊള്ളുക. കുടുംബജീവിതം എന്ന പവിത്രമായ വിശുദ്ധ ജീവിതത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുമ്പോഴും ഒരു പ്രവാസം പ്രതീക്ഷിക്കാം. അത് ബൈബിളിലെ നിയമമാണ്. ദൈവത്തെക്കാൾ ഒരു സമ്പത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ പ്രവാസം പ്രതീക്ഷിക്കാം. എക്സൈൽ, ഇപ്പോളായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഇതിനേക്കാളും മെച്ചപ്പെട്ടതാണെന്ന് അപ്പുറത്തോട്ട് പോകുന്നൊരു സംഭവം. ഇന്ന് പലപ്പോഴും മൈഗ്രേഷൻ നടക്കുമ്പോൾ ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി സംഭവിക്കേണ്ടതാണ്. വസ്തുക്കൾ പോലും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പോലും നിൽക്കുന്ന ഉള്ളതുപോലും നഷ്ടപ്പെടും. ദൈവവിചാരം നഷ്ടപ്പെട്ടാൽ ഓർത്തോണം. പൊലിപ്പിക്കാൻ പോയി കയ്യിലുള്ളതും കൂടെ തീർന്നു പോയ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം ഞാൻ കാണാറുണ്ട്. വർദ്ധിപ്പിക്കാൻ പോയതാ, പണം വർദ്ധിപ്പിക്കാൻ പോയ അവസാനം കയ്യിലുള്ളത് കൂടെ തീർന്നു. പ്രവാസം തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. ആഗ്രഹിക്കുന്ന ചരക്കനെ, ആഗ്രഹിക്കുന്ന പെണ്ണിനെയും കല്യാണം കഴിക്കാൻ വേണ്ടി ക്രിസ്തുവിനെയും സഭയെയും കുദാസകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട്, പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് അവൻ്റെ അവളുടെയും പുറകെ ഓടുന്ന പെൺകുട്ടി ആൺകുട്ടി എഴുതി വെച്ചു, മോനെ മോളെ, ഒരു പ്രവാസം നിനക്ക് പ്രതീക്ഷിക്കാം. ബാബിലോണിലേക്ക് പോകുന്നൊരു പ്രവാസം, അടിമത്തത്തിലേക്ക് പോവുകയാണ്. ക്രിസ്തുവിൻ്റെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത മക്കളെല്ലാം ആരുടെയെങ്കിലുമൊക്കെ ഒരു അടിമയായി തീരും. സഭയിലേക്ക് വരുമ്പോൾ ഈശോ മിശിഹായുടെ അടിമയായി തീരുകയാണ് ഞാൻ. അടിമയെന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവ് അല്ല. ഈശോ ഒരിക്കലും നമ്മൾ അടിമയായിട്ട് കാണാറില്ല. കാരണം ഈശോ അന്ത്യത്താടുവേളയിൽ ഒരു അടിമയുടെ വേഷം കെട്ടിക്കൊണ്ട് ശിഷ്യന്മാരുടെ പാദം കെട്ടിക്കുന്നവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാൽവരി കുരിശിൻ്റെ ഒരു സംഭവമാണ് അതവിടെ വെളിപ്പെടുത്തുന്നത്. ആ അടിമത്തത്തിലേക്ക് ഈശോ പറയുന്നത്, പാപം ചെയ്യുന്നവനും അടിമയാ, ആരുടെയെങ്കിലൊക്കെ കൈയും കാലും കഴുകേണ്ടി വരും. ജീവിതകാലം മുഴുവൻ കാല് പിടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ചില പെൺകുട്ടികൾ, ചില ആൺകുട്ടികളൊന്നും ജീവിതം പിടിച്ചു നിർത്താൻ പല അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായത് പോകേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ ബന്ധം നിങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ ഉള്ളിൽ സക്രാരിയിൽ എഴുന്നള്ളിരിക്കുന്ന ജീവനുള്ള ക്രിസ്തുവിനുള്ള വിശ്വാസ തകർച്ച, അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ, അത് അച്ഛന്മാരെയും ബാധിക്കുന്നുണ്ട്.